നമ്മുടെ പണത്തിനും സ്വർണത്തിനും 100% മൂല്യവും ഉത്തരവാദിത്വവും ഉറപ്പ്. ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്, കൊടുവായൂർ റോഡ്, കുഴൽമന്നം, പാലക്കാട്. നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം. ശബ്ദ ഗാംഭീര്യം കൊണ്ടും വേറിട്ട അഭിനയ ശൈലി കൊണ്ടും മലയാള സിനിമയിൽ സ്ഥാനമുറപ്പിച്ച മേഘനാഥൻ ഇനി ഓർമ്മ. 60 വയസ്സായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ഭരത് ബാലൻ കെ നായരുടെ മകനാണ്. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 60 വയസ്സായിരുന്നു. ദീർഘനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. 50-ൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയനായി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷൊർണൂരിലെ വസതിയിൽ വെച്ച് നടക്കും. ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നതാണ്. പ്രിയപ്പെട്ട ആളായിരുന്നു. അതെല്ലാം കാണുമ്പോഴൊക്കെ വലിയ സ്നേഹവും സൗഹൃദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ ആണ് പോയതായിട്ട് തോന്നുന്നത്. ഈ ചെയ്ത സിനിമകളുടെ എണ്ണത്തിൽ വളരെ കുറവാണ്. 50 സിനിമകൾ മാത്രമാണ്. മലയാള സിനിമ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താത്തൊരു നടനായിരുന്നു. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളതിനേക്കാളുപരി നമ്മളതിന് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഒരു കഥകളല്ലേ. ഒരുപാട് ടാലന്റ് ആയിട്ടുള്ള ഇനി ഒരുപാട് സഞ്ചരിക്കേണ്ടതായിരുന്നു. ഒരുപാട് വിഷമം നമ്മളിപ്പോൾ ആത്മസംഘടനയിലേക്ക് കൂടി ഒരുപാട് ആൾക്കാർ ഞങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എത്താൻ പറ്റുന്നില്ല, ഒന്നും പറയണം. വേണ്ടപ്പോൾ എറണാകുളത്ത് നോക്കുക. എല്ലാത്തിനും ഉപരി എനിക്കൊരു സഹോദര തുല്യനായ ഒരാളാണ്. എൻ്റെ സഹപാഠിയാണ്. ഹൈസ്കൂൾ വരെ ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത്. എൻ്റെ കുടുംബം, അമ്മ, സഹോദരങ്ങൾ എല്ലാവരും അങ്ങേയറ്റത്തൊരു ആത്മബന്ധം ഉള്ളവരാണ്. എൻ്റെ കുടുംബത്തിലെ ഏത് കാര്യത്തിലും ഞാനുണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ ഏത് കാര്യത്തിലും മേഘൻ്റെയും ബാലൻകയുടെയും കുടുംബം ഉണ്ടാവും. ശ്രീ മേഘനാഥൻ്റെ നിര്യാണത്തിലെ പുരോഗമന കലാസാഹിത്യ സംഘം അനുശോചനം രേഖപ്പെടുത്തുകയാണ്. വെള്ളിത്തിരയിൽ എല്ലാ അർത്ഥത്തിലും നിറഞ്ഞു നിൽക്കുമ്പോഴും മനുഷ്യസ്നേഹത്തിൻ്റെ ഗ്രാമീണ ജീവിതം ഉൾക്കൊണ്ട ആ മഹാനായ കലാകാരൻ്റെ മുന്നിൽ ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. മമ്മൂട്ടി മുതൽ നമ്മുടെ കലാഭവൻ മണി വരെയുള്ള നടന്മാരുമായി നിരവധി പടങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തന്മയത്വം പ്രകടിപ്പിച്ച് സിനിമാ മേഖലയിൽ തനതായൊരു വ്യക്തിത്വം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ബാലൻ കെ നായരുടെ അവിസ്മരണീയമാക്കിയ ഒട്ടേറെ കഥാപാത്രങ്ങൾ അതിനോട് മത്സരിക്കാവുന്ന രൂപത്തിൽ തന്നെയുള്ള കഥാപാത്രങ്ങൾ. 1983-ൽ പുറത്തിറങ്ങിയ അസ്ത്രമാണ് ആദ്യ സിനിമ. നടൻ ബാലൻ കെ നായരുടെ മകനാണ്. N4 ന്യൂസിന്റെ ആദരാഞ്ജലികൾ.